ആടി വലിയ കാറ്റും കോളും പേമാരിയും മണ്ണൊലിപ്പും ഒക്കെ വരുമ്പോ മേൽത്തട്ടിലെ വേരുകളൊക്കെ വീണുപോകും. മരം നിലനിൽക്കണമെങ്കിൽ അതിന്റെ തായ്വേര് ആഴത്തിലോട്ട് ഇറങ്ങിച്ചെല്ലണം. ആഴത്തിലോട്ടെന്ന് പറയുമ്പോ സമൂഹത്തിന്റെ ഏറ്റവും താഴത്തെ തട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ഇതുപോലെയുള്ള ചേരികൾ, മൂന്നാംകിട വേശ്യാലയങ്ങൾ, പെട്ടിക്കടകൾ, വഴിവെച്ചു വാണിപക്കാർ, ഇവിടെയൊക്കെ എന്റെ അധികാരത്തിന്റെ ചിഹ്നം പതിയണം. അതിന് പുളിശ്ശേരി ഇരിപ്പുണ്ടോ? ഉച്ചക്കലത്തെ പുളിശ്ശേരി കഞ്ഞിവെള്ളം വാങ്ങിക്കലേ, അതിലിത്തിരി ഒഴിച്ച് ഇങ്ങെടുത്തോണ്ട് വാ. ആ പോ. അപ്പച്ച ഫോൺ. ഹലോ, ആ സാറാണോ? എന്താ കാർലോസെ ശബ്ദത്തിനൊരു വ്യത്യാസം? പ്രശ്നമില്ലാന്ന് ഒരു ചെറിയ കടലാസിങ് ഒപ്പിട്ട് തന്നേരെ. ഇന്ന് രാത്രി ഞാൻ അവനെ ഒതുക്കിയേക്കാം. ഞാൻ അറിഞ്ഞു, കടനെന്നല്ല അവന്റെ പേര്. അവന് വല്ല കള്ളോ കഞ്ചാവോ കയറിയതായിരിക്കും. ഓ, താനിനി വിഷമിക്കൊന്നും വേണ്ട. കേറിയ കഞ്ചാവും കള്ളും ഒക്കെ നാളെ നേരം വെളുക്കുമ്പോ താനെ ഇറങ്ങിക്കോളൂ. വെച്ചേക്കട്ടെ. ഉവ്വ. Ut, ut. Ut.
जो माँ मेरा राजा बेटा बहादुर बेटा काश तो मेरा अपना बेटा होता। मैंने टॉक्साइड का इंजेक्शन दे दिया है, अगर कुछ हो जाए तो फोन कर देना। पैसा पैसा डॉक्टर साहब। कोई बात नहीं, घबराने की कोई बात नहीं है। अच्छा വിനുവും ബാവയും എന്തി? പുറത്തെവിടെ പോയിരിക്കുകയാണ്? അയ്യോ, അവരറിഞ്ഞാൽ ഇനി എന്തൊക്കെ പുലിവാലാണോ ആകാൻ പോകുന്നത്. ഒന്നും വേണ്ടിയിരുന്നില്ലെന്ന് തോന്നുന്നു. കണ്ണ ദേ നമ്മുടെ ചെടി പൂത്തു. ഹമാരി സിന്ദഗി ഭി ഖിൽനെ വാലി ഹൈ. എന്താ പറഞ്ഞത്? നമ്മുടെ ജീവിതം പുഷ്പിക്കാൻ പോകുന്നു. മനസ്സിലായില്ലേ? ഭൂമി ദേവി പുഷ്പിണിയായെന്ന്. ക്ഷമാ കരോ യാർ, ക്ഷമാ കരോ. ബാബ കണ്ണ വേണ്ട വേണ്ട കിടന്നോ. ഒന്നുമില്ല, ചെറിയൊരു എന്നാലും എന്റെ കുഞ്ഞെ ജീവിക്കാൻ വേണ്ടി കണ്ണേട്ടം കാണിച്ചിട്ടുള്ള സാഹസങ്ങൾ അഭിമാനത്തോടു കൂടി ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു കൂലിത്തലുകാരനെ പോലെ എന്റെ കാത്തിരിപ്പിന് ഫലമില്ലാതെ പോകരുത്. പിന്നെ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. നീ മടങ്ങിയെത്തുമെന്ന് എനിക്കറിയാമായിരുന്നു. ഒന്നുകിൽ സ്ട്രീറ്റ് ഫൈറ്റിൽ പരാജയപ്പെട്ടു, അല്ലെങ്കിൽ ഇപ്പൊ ചെയ്ത പോലെ വീടും കാമുകിയെന്നും അച്ഛനെന്നും അമ്മയെന്നും ഏതെങ്കിലും ഒരു സെന്റിമെന്റ്സും പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും സാറിന് എന്ത് വേണമെങ്കിലും പറയാം. ഒരാവേശത്തിന് ഞാനെന്ന് അങ്ങനെ പറഞ്ഞുപോയി. എനിക്കെന്തോ ഒരു ലക്ഷ്യമില്ലായ്മ തോന്നുന്നു. എന്തിനു വേണ്ടിയാ? ആർക്കു വേണ്ടിയാ? എനിക്കൊരിടത്തേയും ദാതയാവണ്ട. പച്ചക്കറിയും ശരീരവും വിൽക്കുന്നവരോട് കമ്മീഷനും വാങ്ങിക്കണ്ട. പിന്നെ എന്തിനാ? സാറെന്ന് പറഞ്ഞപ്പോ കുറച്ച് പണം കിട്ടുമല്ലോ എന്നുള്ളൊരു വേണ്ട. ഞാൻ ജോലി എടുത്തുണ്ടായിക്കോളാം. അയ്യപ്പൻ നായർക്ക് തന്നെക്കാൾ ധൈര്യമുണ്ടായിരുന്നു. അയ്യപ്പൻ നായർ എന്റെ അച്ഛൻ? പിടഞ്ഞു മരിച്ച അയ്യപ്പൻ നായർക്ക് പ്രതികാരദാഹമില്ലാത്തൊരു മകൻ, അതും അച്ഛനെ കൊന്നവനോട് പ്രതികാരമില്ലാത്ത മകൻ. നീ പറഞ്ഞത് ഒരർത്ഥത്തിൽ ശരിയാ. അച്ഛന്റെ പാരമ്പര്യം തുടരണമെന്നില്ല, പക്ഷേ അയാളുടെ രക്തത്തിന് കണക്ക് പറഞ്ഞ് വില വാങ്ങണമെന്ന് നിനക്ക് തോന്നുന്നില്ലേ? എട്ടാമത്തെ വയസ്സിൽ തൃപ്രയാറിൽ നിന്നും കള്ളവണ്ടി കയറി ഇവിടെ വന്ന് തെരുവുകളിലും ഓടകളിലും വളർന്ന് പ്രായപൂർത്തിയെത്തി സാവിത്രി എന്നൊരു സ്ത്രീയെ അയാൾ വിവാഹം കഴിച്ചു. അയാൾക്കൊരു മകനുണ്ടായി, കണ്ണൻ. അവൻ 5 വയസ്സ് തികയുന്നതിന് മുമ്പ് അവന്റെ അച്ഛൻ മരിച്ചു. കത്തിക്കുത്തേറ്റ് മരിച്ച അയ്യപ്പൻ നായർ. ഞാൻ ആ അയ്യപ്പൻ നായരെ കുറിച്ചാ പറയുന്നു. അച്ഛനെ സാറിന് അറിയാമായിരുന്നോ? എനിക്ക് മാത്രമല്ല, മേനോൻ സാറിന് അറിയാമായിരുന്നു, കാർലോസിന് അറിയാമായിരുന്നു. അയാളെ കൊന്നത് ആരാണെന്ന് നിനക്കറിയില്ലേ? ഇല്ല. അന്വേഷിച്ചില്ലേ? അന്വേഷിച്ചു. ആകെ എന്തെങ്കിലും അറിയാവുന്നത് ബാബയ്ക്കാണ്. അതെ, അയാൾ പറഞ്ഞില്ലേ? ഇല്ല. പറഞ്ഞിട്ട് പ്രയോജനമില്ലെന്ന് തോന്നിക്കാണും. ിലെ ഇന്ത്യയിലെ ഏറ്റവും നല്ല
ജേർണലിസ്റ്റ് ഫോട്ടോഗ്രാഫിക്കുള്ള ദേശീയ അവാർഡ് നേടിയ ചിത്രം. ഡ്രെയിനേജ് പൈപ്പുകൾ പണിയുന്നതിനരികിൽ മരിച്ചു കിടക്കുന്ന ആദർശധീരനായ തൊഴിലാളി നേതാവ് അയ്യപ്പൻ നായർ. അച്ഛന്റെ മൃതശരീരത്തിലേക്ക് നോക്കി വാവിട്ട് കരയുന്ന അയാളുടെ 5 വയസ്സുകാരനായ മകൻ കമൽ. ബോംബെയിലുള്ള അഴുക്കുചാലുകളുടെ മെയിന്റനൻസ് ഇന്നത്തെ പോലെ കോർപ്പറേഷന്റെ കയ്യിലായിരുന്നില്ല. ഒരു പ്രൈവറ്റ് കമ്പനിയുടേതായിരുന്നു, ഭോലാനാഥ് ആൻഡ് സൺസ്. അഴുക്കുചാലുകൾ തുടങ്ങി ലിഫ്റ്റ് മെയിന്റനൻസ് വരെയുള്ള കോടീശ്വരനായിരുന്നു ഭോലാനാഥ്. മലയാളിയുടെ രക്തത്തിലുമുണ്ടല്ലോ വിപ്ലവവീര്യം. കൂലിക്കുറവും മോശപ്പെട്ട ജീവിത സാഹചര്യങ്ങളും കൊടുത്തപ്പോ അയ്യപ്പൻ നായർ അതിനെ ചോദ്യം ചെയ്തു. ഭോലാനാഥ് നല്ല വാക്ക് പറഞ്ഞു നോക്കി. അയ്യപ്പൻ നായർ വഴങ്ങിയില്ല. ഇന്നത്തെ നേതാക്കന്മാരെ പോലെ ആയിരുന്നില്ല, വേലയെടുക്കുന്നവനായിരുന്നു അയ്യപ്പൻ നായർ. നാളെ പണിമുടക്ക് ആഹ്വാനം ചെയ്ത് ഇന്ന് രാത്രി അയാൾ ഓട്ടയിൽ നിന്ന് തന്റെ ജോലികൾ മുഴുകി. പണിമുടക്ക് തടയാൻ ഭോലാനാഥിന് വേറെ വഴിയില്ല. കൂലി കൂട്ടിക്കൊടുക്കാനും അയാൾ തയ്യാറല്ല. അയ്യപ്പൻ നായരുടെ ജീവിതം അയാൾ ഒരു വാടക കൊലയാളിയെ ഏൽപ്പിച്ചു, കാർലോസ്. കാർലോസ്? യെസ്, കാർലോസ്. ബാവാ, ഈ കൈകളിൽ കിടന്നല്ലേ ഞാൻ വളർന്നത്, ഈ മടി കിടന്നല്ലേ ഞാൻ വളർന്നത്. എത്ര തവണ ഞാൻ കരഞ്ഞു ചോദിച്ചു എന്റെ അച്ഛനെ കൊന്നത് ആരാണെന്ന്. കണ്ണ, എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല കാർലോസ് ആണ് എന്റെ അച്ഛനെ കൊന്നതെന്ന്? എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? കുഞ്ഞെ, നിങ്ങൾ അവന്റെ ആളാണ് അല്ലേ? എന്റെ അച്ഛൻ മരിക്കുന്നത് കൈയും കെട്ടി നോക്കിയെന്നില്ലേ? ഞാൻ വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട ബാവാ. എന്റെ അച്ഛനെ പോലെ, അല്ലെങ്കിൽ എന്റെ മുത്തച്ഛനെ പോലെ, ദൈവത്തെ പോലെ, ഞാൻ ആരൊക്കെ പോലെയാണ് ബാബയെ കരുതിയെന്ന് എനിക്കറിയില്ല. ആരാണ് കൊന്നതെന്ന് എനിക്കറിയാം. നിന്നോട് പറഞ്ഞിട്ട് പ്രയോജനമില്ലെന്ന് അറിയാവുന്നതുകൊണ്ടും നിന്റെ അച്ഛനെ പോലെ ജീവിച്ച് എന്റെ കൊച്ചുമോൾ ഒരു വിധവയായി തീരരുത്. അവൾക്കൊരു നല്ല ജീവിതം വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. നിന്റെ അച്ഛനെ പോലെ നീയും തെരുവിൽ കിടന്ന് പിടഞ്ഞു മരിക്കുന്ന കാണാൻ എനിക്ക് കേൾപ്പില്ലാത്തോണ്ടാ. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. കണ്ണാ, നിനക്കെന്തും ചെയ്യാം, പക്ഷെ ഒന്നോർത്തോ, നിനക്കൊന്നും അവനെ ചെയ്യാൻ പ്രാപ്തിയില്ല. പ്രവചനങ്ങൾ വേണ്ട, ഞാൻ ആരംഭിക്കുന്നതേ ഉള്ളൂ. ജീവിച്ചിരിക്കാൻ വിധിയുണ്ടെങ്കിൽ ബാബ നോക്കിക്കോ, ഇഞ്ചിഞ്ചായി ഞാൻ അവനെ തകർക്കും. ആദ്യം അവന്റെ സാമ്രാജ്യം, പിന്നെ അവന്റെ ജീവൻ. ഓരോന്നും മെല്ലെ മെല്ലെ. അവന്റെ ഓരോ തകർച്ചയിലും എനിക്ക് അവന്റെ കണ്ണുനീർ കാണണം. പിന്നെ എനിക്ക് അവനാകണം. പണം, അധികാരം, എല്ലാം എല്ലാം എനിക്ക് ചുറ്റും നിൽക്കുന്നവരും ഞാനും ഇനി ഈ ജന്മം കഷ്ടപ്പെടാൻ പാടില്ല. നേടണം, എനിക്കെല്ലാം നേടണം. എനിക്ക് അവനാകണം. നശിക്കരുത്, സ്വയം നശിക്കരുത് മോനെ. നീ ഒന്നും ആവാൻ പോണില്ല.
ആരോടും നീ പ്രതികാരം ചെയ്യാൻ പോകുന്നു? നിർത്താൻ! കണ്ണ, മിണ്ടിപ്പോകരുത്. ഒരു ഭീരുവിനെ പോലെ ജീവിക്കാൻ നാണമല്ലേ നിങ്ങൾക്ക്? കണ്ണേട്ടാ, ആരോട് എങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? കേൾക്കുന്നില്ലേ? ആരോട് എങ്ങനെയൊക്കെ സംസാരിക്കുന്നെന്ന്? എല്ലാം നഷ്ടപ്പെട്ടവന്റെ വേദന നിനക്കറിയില്ല. എനിക്കെല്ലാം ഉണ്ടായിരുന്നു. അച്ഛൻ, അമ്മ, മുഖം ഓർക്കുന്നില്ലെങ്കിലും എന്റെ കൊച്ചു പെങ്ങൾ, എല്ലാം ഒന്നൊന്നായി നഷ്ടപ്പെടുന്നത് കണ്ടു നിന്നവനാണ് ഞാൻ. നിനക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. ഏതോ ഒരുത്തി എവിടെയോ പ്രസവിച്ച് കണ്ണിൽ കണ്ട എച്ചിൽ കൂമ്പാരത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പോയ നിനക്ക് ചിലപ്പോ അതൊന്നും മനസ്സിലാവില്ല. പറയാൻ നിനക്കൊരു ബാബയുണ്ടല്ലോ. കിട്ടിയതൊക്കെ ലാഭം, എനിക്കോ നഷ്ടങ്ങൾ മാത്രം.